ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേക്ക് ഇറ്റ് റിയൽ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നദീതട സംസ്കാരങ്ങളുടെ രണ്ടാം പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിലെ ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചാണ്. കുറേ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്കൊന്നുകൂടി അത് റിവൈൻഡ് ചെയ്യാം. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറാവോ. ഫറാവോ എന്നാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. പുരാതന ഫറാവോകളിൽ ഒരാളായിരുന്നു തൂത്തൻഖാമൻ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന രാജാവിൻ്റെ പേരാണ്. അതുകൊണ്ട് തൂത്തൻഖാമൻ എന്ന് പറയുന്ന വ്യക്തി ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിലെ ഒരു പുരാതന രാജാക്കന്മാരിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ പുരാതന ഫറാവോകളിൽ ഒരാളായിരുന്നു തൂത്തൻഖാമൻ. ഈജിപ്തുകാർ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്ന മൃതദേഹം അറിയപ്പെട്ടിരുന്നതാണ് മമ്മി. നമുക്കറിയാവുന്നതാണ് മമ്മീനെക്കുറിച്ച്, മമ്മി ഫിലിമിനെ കുറിച്ചൊക്കെ അല്ലേ. അപ്പോൾ ഈജിപ്തുകാർ കേടുകൂടാതെ മൃതദേഹം സൂക്ഷിച്ചിരുന്നു. ആ മൃതദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ് മമ്മി. മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. ഇനി ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന യുഗം ഏതാണെന്ന് ചോദിച്ചാൽ വെങ്കല യുഗമാണ്. നമുക്കറിയാം, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കുറച്ച് സിവിലൈസേഷനുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെങ്കല യുഗത്തിലാണ് ഈ പറയുന്ന സംസ്കാരങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൈൽ നദി. നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വികസിച്ച് വന്നത്. ഇനി അവരുടെ മുഖ്യ തൊഴിൽ കൃഷിയായിരുന്നു. ഈ നദീതീരവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന എല്ലാ സംസ്കാരങ്ങളുടെയും മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അപ്പോൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെയും മുഖ്യ തൊഴിലായിട്ട് വരുന്നത് കൃഷിയാണ്. അതുപോലെ ഈജിപ്ഷ്യൻ ജനത എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി, സ്ക്രിപ്റ്റാണ് ഹൈറോഗ്ലിഫിക്സ്. ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരം അല്ലെങ്കിൽ ഈജിപ്തിലെ ജനത എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ്. അതിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഇനി ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിച്ചെടുത്തത്, അത് ഇന്ന ലിപിയാണ് എന്ന് തിരിച്ചറിഞ്ഞത് വായിച്ചെടുത്തത് ഷംഭോലിയോയാണ്. ഷംഭോലിയോ അദ്ദേഹം ഒരു ഫ്രഞ്ച് പണ്ഡിതനായിരുന്നു. ഇനി എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ ലിപി കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈൽ നദീമുഖത്ത് ഒരു വലിയൊരു ശിലയുണ്ടായിരുന്നു. ആ ശിലയാണ് റോസെറ്റ എന്ന് പറയുന്നത്. ആ റോസെറ്റ ശിലയിൽ എഴുതിയിരുന്ന ലിപിയാണ് ഷംഭോലിയോ വായിച്ചെടുത്തത്. അത് ഏത് ലിപിയായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ഈജിപ്ഷ്യൻ ജനത എഴുതാൻ ഉപയോഗിച്ചിരുന്ന ചെടിയാണ് പാപ്പിറസ്. പാപ്പിറസ് ചെടിയുടെ ഇലയിലാണ് അവർ എഴുതിയിരുന്നത്. ഈജിപ്ഷ്യൻ ജനത കലണ്ടർ ഉപയോഗിച്ചിരുന്നു. ആ കലണ്ടർ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇനി അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ടെന്നാണ് ആ കലണ്ടർ പ്രകാരം പറയുന്നത്. അതുപോലെ 30 ദിവസം വീതമുള്ള 12 മാസങ്ങളാക്കി അവർ തിരിച്ചിരുന്നു. ബാക്കി വരുന്ന 5 ദിവസങ്ങൾ ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി കലണ്ടർ ഉപയോഗിച്ചിരുന്ന ജനതയാണ് ഈജിപ്ഷ്യൻ ജനത. ഈജിപ്ഷ്യൻ ജനത ഘടികാരങ്ങൾ ഉപയോഗിച്ചിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന ഘടികാരങ്ങളാണ് ജലഘടികാരം, സൂര്യഘടികാരം. ഈ ജലഘടികാരം എന്ന് പറയുമ്പോൾ ജലപ്രവാഹത്തെ നോക്കിയിട്ട് അവർ സമയം നിർണ്ണയിക്കും. അതുപോലെ തന്നെ സൂര്യഘടികാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിഴലിനെ ആസ്പദമാക്കിയിട്ടാണ്. സൂര്യൻ ചലിക്കുന്നതിനനുസരിച്ച് നിഴലിൽ വരുന്ന വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയിട്ട് സമയം കണക്കാക്കുന്ന ഘടികാരമായിട്ട് സൂര്യഘടികാരത്തെയും അവർ ഉപയോഗിച്ചിരുന്നു. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമയാണ് സ്ഫിങ്സ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഈജിപ്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളൊരു പ്രതിമയാണ്. ആ പ്രതിമയുടെ പ്രത്യേകത അതിൻ്റെ മനുഷ്യൻ്റെ തലയും അതുപോലെ സിംഹത്തിൻ്റെ ഉടലുമാണ് അതിനുള്ളത്. അതിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്ഫിങ്സ് എന്നാണ് ആ പ്രതിമയുടെ പേര്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നതായിട്ട് പറയുന്ന ഇന്നത്തെ പ്രദേശമാണ് ഇറാഖ്. അതായത് ഇന്നത്തെ ഇറാഖ് പ്രദേശത്താണ് മുൻകാലങ്ങളിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഇനി മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരം, അല്ലെങ്കിൽ ഏതൊക്കെ നദിയുടെ തീരങ്ങളിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യൂഫ്രട്ടീസ്, ടൈഗ്രിസ് നദികൾക്കിടയിലാണ് ഈ സംസ്കാരം നിലനിന്നിരുന്നത്. ഇനി യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയുടെ ഉത്ഭവസ്ഥാനം ആർമീനിയൻ പർവ്വതവും പതനസ്ഥാനം പേർഷ്യൻ കടലുമാണ്.
മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ 2 നദികൾ ഏതൊക്കെയാണെന്ന്, യൂഫ്രട്ടീസും ടൈഗ്രിസും. അപ്പോൾ ഈ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന അർത്ഥത്തിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന് ആ പേരുള്ളത്, മെസൊപ്പൊട്ടോമിയൻ, 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഇനി മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിനുള്ളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള 4 സംസ്കാരങ്ങൾ വേറെ ഉണ്ടായിരുന്നു, വേറെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, കാൽഡിയൻ സംസ്കാരം എന്നിവ. അപ്പോൾ സുമ, ബാബു, അസീറിൻ്റെ കാൽ, ഇങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതിയാവും. നമുക്ക് എങ്ങനെയാണ് ഓർത്തിരിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ഓർത്തിരിക്കുക. മെസപ്പൊട്ടോമിയയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന വ്യത്യസ്തങ്ങളായ 4 സംസ്കാരങ്ങളായിരുന്നു സുമേറിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, കാൽഡിയൻ സംസ്കാരം എന്നിവ. ഇനി പ്രാചീന മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ, ഉറൂക്ക്, ലഗാഷ്. അപ്പം ഉർ, ഉറൂക്ക്, ലഗാഷ് എന്നീ നഗരങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്കാരം, അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. മെസപ്പൊട്ടോമിയയിലെ എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം ലിപിയാണ് മെസപ്പൊട്ടോമിയക്കാർ ഉപയോഗിച്ചിരുന്നത്. ഇനി അവർ ഉപയോഗിച്ചിരുന്ന കാലണ്ടർ എന്ന് പറയുന്നത് ചന്ദ്രനെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലുള്ളവർ സൂര്യനെ ആസ്പദമാക്കിയിട്ടുള്ള കലണ്ടർ ഉപയോഗിച്ചിരുന്നപ്പോൾ ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടുള്ള കലണ്ടറാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്നത്. ആ കലണ്ടറിൻ്റെ പ്രത്യേകത, അവരൊരു വർഷത്തിൽ 12 മാസങ്ങളാക്കി തിരിച്ചിരുന്നു. ഒരു മാസത്തിൽ 4 ആഴ്ചകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ദിവസം 24 മണിക്കൂറായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അതുപോലെ ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. ഇവരുടെ ആരാധനാലയങ്ങൾ സിഗുറാത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളാണ് സിഗുറാത്തുകൾ. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് സിഗുറാത്തിൻ്റെ ചിത്രമാണ്. അപ്പോൾ എന്താണത്? മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങളായിരുന്നു സിഗുറാത്തുകൾ. അടുത്തതായി നമ്മൾ നോക്കുന്നത് ചൈനീസ് സംസ്കാരമാണ്. പ്രധാനമായും പഠിക്കേണ്ട പോയിന്റുകൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചൈനീസ് സംസ്കാരം ഉടലെടുത്ത നദീതീരമാണ് ഹൊയാങ് ഹോ. പേര് നമുക്കറിയാം, ഹൊയാങ് ഹോ. കേൾക്കുമ്പോൾ തന്നെ ഒരു ചൈനീസ് ടച്ച് അല്ലേ? അപ്പോൾ ചൈനീസ് സംസ്കാരം ഉടലെടുത്ത നദീതീരമാണ് ഹൊയാങ് ഹോ. അവരുടെ മുഖ്യ തൊഴിൽ കൃഷിയായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന എഴുത്ത് വിദ്യ എന്ന് പറയുന്നത് ചിത്രലിപിയായിരുന്നു. പിന്നീട് അവർ ചിഹ്നങ്ങളിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ചൈനീസ് സംസ്കാരത്തിലെ ജനത എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപി അല്ലെങ്കിൽ എഴുത്ത് വിദ്യയാണ് ചിത്രലിപി. അവരുടെ കലണ്ടറിൻ്റെ പ്രത്യേകത, ഒരു വർഷത്തിൽ 365 ദിവസങ്ങൾ ഉണ്ട് എന്നാണ് ചൈനീസ് സംസ്കാരത്തിലെ അല്ലെങ്കിൽ ചൈനീസ് ജനത ഉപയോഗിച്ചിരുന്ന കലണ്ടർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു സിവിലൈസേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് ഏതൊക്കെയായിരുന്നു? ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. അപ്പോൾ ഇത്രയും പോയിന്റെങ്കിലും ഈ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. നദികളും അതുപോലെ തന്നെ അവരുടെ ലിപികളും പരസ്പരം മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ എക്സാമിന് ചോദിച്ചേക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ചോദ്യവും ഉത്തരവും മനസ്സിരുത്തി തന്നെ പഠിക്കുക. നെഗറ്റീവ് മാർക്ക് പരമാവധി ഒഴിവാക്കാൻ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ എത്രയും വേഗം കയറാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.